ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു കാര്യമായ വീഡിയോ ഒന്നുമല്ല, ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണുള്ളത്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും, അവിടുത്തെ ഒരു ചെടിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ലന്താന പ്ലാന്റിൻ്റെ. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടുമുറ്റത്ത് ഇറങ്ങിയപ്പോൾ 2 പ്രാവുകളെ കണ്ടു. അപ്പോൾ അവർക്ക് കുറച്ച് ചോറിട്ട് കൊടുത്തു. അരിയോ ചോറോ എന്ത് വേണമെങ്കിലും അവർ കഴിച്ചോളും. അപ്പോൾ ഇവിടെ സ്ഥിരമായി വരുന്ന ഒരു പറ്റത്തോളം വരുമായിരുന്നു, ഒരുപാട് വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറഞ്ഞ് ഇപ്പോൾ 2 പേരായിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മളെന്നും അരിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് സ്ഥിരമായി അവരുടെ ഒരു ടൈമിൽ അവരെത്തും, കറക്റ്റ് സമയത്ത് അവരെത്തും. അപ്പോൾ ഞാൻ കുറച്ച് ചോറിട്ട് കൊടുത്തതാണ്. അപ്പോൾ സ്ഥിരമായി വരുന്നത് കൊണ്ടും നമ്മളുമായിട്ട് കുറച്ച് ഇണക്കമുണ്ട് അവർക്ക്. എങ്കിലും കുറച്ച് ഭയമുണ്ട്, അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇണങ്ങിയത് കൊണ്ട് നമുക്ക് കുറച്ച് അടുത്തിരുന്ന് അവരുടെ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഒരാൾ പേടിച്ചങ്ങോട്ട് മാറി നിൽക്കുകയാണ്. ഞാൻ കുറച്ചടുത്തേക്ക് ഫോണ് കൊണ്ടുവന്നപ്പോൾ അപ്പോൾ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള കുഞ്ഞു കാഴ്ചകൾ ഞാൻ ഉൾപ്പെടുത്താം. വളരെ ഭംഗിയുള്ളൊരു നാടാണ്. ഇവിടെയാണെങ്കിൽ ഒരുപാട് കിളികളും ഒക്കെ വരുന്നുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒത്തിരി തത്തകൾ, മൈന, മരംകൊത്തി, പിന്നെ കുറേ നാടൻ കിളികളുണ്ടല്ലോ, മഞ്ഞ മൈന, നിറയെ കുരുവികൾ, പറ്റത്തോടെ പോകുന്ന കൊക്കുകൾ. അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകമായി കാണുന്ന ഒന്നാണ് വേഴാമ്പൽ വരാറുണ്ട്. അതിൻ്റെ ഒരു ഞാനിനി വരുന്നൊരു വീഡിയോയിൽ അതിൻ്റെ വോയിസും പിന്നെ അതിൻ്റെ ഒരു ദൂര കാഴ്ചയും നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാക്കകൾ ഓടിക്കുമ്പോൾ അതിങ്ങനെ വലിയ ശബ്ദം ഉണ്ടാക്കും. മലമുഴക്കി വേഴാമ്പൽ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് മലമുഴക്കി വേഴാമ്പലല്ല എന്നാണ് എൻ്റെ വിശ്വാസം. പല വെറൈറ്റി വേഴാമ്പലുകളുണ്ടല്ലോ, ഇത് ഒരു ടൈപ്പ് ഓഫ് വേഴാമ്പലാണ്. നമുക്ക് പറന്ന് പോകുമ്പോൾ അതിൻ്റെ കൊക്കൊക്കെ കാണാനായിട്ട് പറ്റും. ഒരിക്കൽ വീടിൻ്റെ ജനലിൽ വന്നിട്ട്, അത് നമ്മൾ സാധാരണ ഈ കരിയില കിളിയും കുരുവിയും ഒക്കെ വന്നിട്ട് അതിൻ്റെ പ്രതിബിംബം കാണുമ്പോൾ ജനലിൽ കൊത്താറില്ലേ, അതുപോലെ ഒരിക്കൽ വന്നിരുന്ന് കൊത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു തവണ അതിനുശേഷം ഇതിൻ്റെ ശബ്ദം കേൾക്കും. പക്ഷേ എനിക്ക് നമ്മുടെ നാട്ടിൽ അതില്ലാത്തതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് എന്ത് ശബ്ദമാണ്, എന്ത് കിളിയുടെ ശബ്ദമാണെന്ന് അറിയില്ലായിരുന്നു. പിന്നീട് ഒരിക്കൽ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് അത് വേഴാമ്പലാണെന്ന്. അപ്പോൾ നല്ല ഭംഗിയുള്ള കുറച്ച് കാഴ്ചകൾ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് വരുന്ന വീഡിയോസിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊരു വീഡിയോ ആയിട്ടൊന്നും അല്ല, നിങ്ങളെ ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ദയവായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അപ്പോൾ അതുവരെ ബൈ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.